welcome to another long video from the Netters. This is Thursday evening. Geographically, ഞങ്ങൾ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അകത്തോട്ട് വരേണ്ടത്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഏത്തപ്പഴം ഇല്ലാഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നേരെ ഇറങ്ങി ജംഗ്ഷനിൽ പോയി ഏത്തപ്പഴവും മേടിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ കടയിലെങ്ങും പാലില്ല. പിന്നെ വീടും കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് ഓടിച്ചു പോയിട്ടാണ് ഒരു കടയിൽ നിന്ന് പാല് കിട്ടിയത്. ഇപ്പോൾ ഈ ഡിറക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2 ദിവസം മുന്നേ എനിക്ക് വന്നൊരു കമൻറ്റ് എനിക്കൊന്ന് ഓർമ്മ വന്നത്. ആ മേലത്തെ ഗ്ലാസ് ഡോറ് നല്ല കാറ്റത്തും മഴയത്തും ഇങ്ങനെ പൂട്ടിയിട്ട് ഒരു ബർത്ത്ഡേക്ക് പുലിച്ചിറയിൽ പോണ ഒരു ഷോർട്സ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് കേക്ക് മേടിക്കാൻ ഡെല്ല പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് കേക്ക് കിട്ടിയില്ല എന്നുള്ളത്. കടകളൊന്നും ഇല്ലായിരുന്നു, പിന്നെ നല്ല മഴ, ഞായറാഴ്ച, ഇങ്ങനെയൊക്കെ. കമൻറ്റ് ഇതായിരുന്നു, കൊല്ലത്തോ കേക്ക് കിട്ടാഞ്ഞിട്ടോ, മുക്കിന് ബേക്കറി ഉള്ള കൊല്ലത്ത് നിങ്ങൾക്ക് കേക്ക് കിട്ടിയില്ലെന്നോ എന്നും പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. 2-3 ദിവസം കൊണ്ട് എന്താണെന്നറിയത്തില്ല, എൻ്റെ യൂട്യൂബ് ഫീഡ് നിറയെ സൈബർ ബുള്ളിങ്ങിൻ്റെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ കണ്ട് എനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യം വന്നിരുന്നപ്പോഴാണ് ഈ ഒരു കമൻറ്റും വന്നത്. ഞാൻ വളരെ സൗമ്യമായിട്ട് ചോദിച്ചു, ഇരവിപുരത്ത് നിന്നും പുലിച്ചിറ പള്ളി വരെ മയനാട് ഗേറ്റ് കടന്ന് പോകുന്ന വഴിയിൽ മുട്ടിനുള്ള ഒരു 5-6 ബേക്കറിയുടെ പേരൊന്ന് പറയാമോ? ഇനി നമുക്ക് കേക്ക് കിട്ടാതെ വന്നാൽ ഉപകാരപ്പെടുമല്ലോ എന്ന്. തിരിച്ചു വന്ന റിപ്ലൈ ആണ് രസം. നെഗറ്റീവ് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് കൊച്ചേന്ന്. അപ്പോൾ പറഞ്ഞത് നെഗറ്റീവ് ആണെന്ന് പുള്ളിക്കാരത്തി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആൻഡ് ഹർ ലോജിക് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാൻ എൻ്റെ ഒരു ദിവസത്തിലെ 3-4 മണിക്കൂർ ഷൂട്ട് ചെയ്ത് 2-3 മണിക്കൂർ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയോ ഏതോ ചെയറിലിരുന്ന് ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നെഗറ്റീവ് പറയും. ഞാൻ കേട്ടോണ്ടിരിക്കണം അല്ലേ? കേട്ടോണ്ട് മാത്രം ഇരുന്നാൽ പോരാ, കേട്ടിട്ട് തിരിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയരുത്, പോസിറ്റീവായിട്ട് സംസാരിക്കണം. ഹൈലൈറ്റ് അതല്ല, എൻ്റെ വായിലിരിക്കുന്ന നെഗറ്റീവ് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചാനൽ ഇട്ടേച്ചും പോവാൻ. കൊള്ളാം. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, പലർക്കും എന്താണ് ആക്ച്വലി പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈ ഒരു പുള്ളിക്കാരത്തിയുടെ കാര്യം തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്കറിയാവുന്ന, എന്നെ വിടൂ, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളോട് സഹകരിക്കുന്ന ആരുടെത്തെങ്കിലും 2 ദിവസം അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞു നോക്കൂ. 3-ാമത്തെ ദിവസം അവരെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അയാൾ പറയും വേണ്ട, എനിക്ക് കേൾക്കണ്ടെന്ന്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഡംപ് ചെയ്യാനോ സൈബർ ബുള്ളി ചെയ്യാനോ അല്ല ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഐ ഹാവ് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു എൻജോയ്സ് മൈ വീഡിയോ. അവർക്ക് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ചേച്ചിയുടെ നെഗറ്റിവിറ്റി കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഐ ഷുഡ് ബ്ലോക്ക് യു. നിങ്ങളെ മാറ്റുക. എന്തിനാണ് ഞാൻ എൻ്റെ ചാനൽ നിർത്തി പോകുന്നത്? അത് കൊള്ളാം. അപ്പോൾ എത്ര ചാനൽ ഇങ്ങനെ പൂട്ടി പോകണം നിങ്ങൾക്ക് ഇരുന്നങ്ങ് നെഗറ്റീവ് പറയാനായിട്ട്? ഇനി വേറൊരു കക്ഷിയും കൂടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ലോങ് വീഡിയോയിൽ ഞാനതിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്, സൺസ്ക്രീൻ മാറ്റി തേക്കാമെന്ന്. ആരെയും സപ്പോർട്ട് ചെയ്യാനോ ആരെയും ഒപ്പോസ് ചെയ്യാനോ അല്ല ഞാനത് പറഞ്ഞത്. ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ തന്നെ 3 ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഇരിപ്പുണ്ട്. ഒന്ന് ഫോട്ടോബാൻ അക്വാജൽ SPF 30, അതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. സൺ എക്സ്പോഷർ കുറച്ചുള്ള ദിവസങ്ങളിൽ, അതായത് സ്കൂളിൽ പോയാൽ ഞാൻ ക്ലാസ് റൂംസിലാണ് കൂടുതൽ സമയവും, അപ്പോൾ എനിക്ക് SPF 30 മതി. ഇതുപോലെ തന്നെ ജോവീസിൻ്റെ SPF 60 ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പുറത്ത് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്ന് ബീച്ചിലൊക്കെ പോകണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി SPF വേണം, ഞാൻ ടാൻ ആവാതിരിക്കണമെങ്കിൽ. ഇനി ഞാൻ ബോഡിക്കായിട്ട് യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ SPF 30 സൺസ്ക്രീനാണ്, ബോഡി ലോഷനാണ്. ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. മൈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്കിൻ കെയറും മേക്കപ്പും രണ്ടും രണ്ടാണ്. അതിൽ നമുക്ക് പിന്നെ വരാം ആ ഒരു വിഷയത്തിലേക്ക്. അടുത്ത പ്രമുഖ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺസ്ക്രീൻ എന്തിനാണ് മാറ്റി ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, സ്കിന്നിന് എന്തോ വരും എന്നൊക്കെ. അപ്പോൾ ഞാൻ വളരെ പൊളൈറ്റായിട്ട് ചോദിച്ചു, ആര് പറഞ്ഞു സൺസ്ക്രീൻ മാറ്റി ഉപയോഗിച്ചു കൂടാ എന്ന്? മാറ്റി ഉപയോഗിച്ചാൽ സ്കിന്നിന് എന്താ പ്രശ്നം എന്ന്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തു, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സേഫ്. നമുക്ക് സൺസ്ക്രീൻ മാറ്റി ഉപയോഗിക്കാം. ഒരു ദിവസം തന്നെ 2 ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. സൺസ്ക്രീൻ ഒരു ഷീൽഡിങ് പോലെയാണ്. നമ്മളൊരു കുട, കറുപ്പ് കളറിലെ കുട പിടിച്ചാലും നീല കളറിലെ കുട പിടിച്ചാലും നമുക്ക് ബെനിഫിറ്റ് ഒന്ന് തന്നെയാണ്. ടാൻ തടയുക എന്നല്ലാതെ സൺസ്ക്രീൻ ആരെയും വെളുപ്പിക്കത്തില്ല. പിന്നെ 2 സൺസ്ക്രീൻ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു ദിവസം തന്നെ വേണമെങ്കിൽ നമുക്ക് 2 തരം സൺസ്ക്രീൻ യൂസ് ചെയ്യാം, 2 കമ്പനിയുടേത്. ഞാൻ നേരത്തെ പറഞ്ഞ കുടയുടെ പോലെയാണത്. അപ്പോൾ ഞാൻ ഇതെല്ലാം അവിടെ അങ്ങ് ടൈപ്പ് ചെയ്തു. ഉടനെ അടുത്ത കമൻറ്റ്, ഗൂഗിളിൽ പോയി തപ്പിയല്ലേ എന്ന്. അതോടെ എനിക്ക് മനസ്സിലായി
ഞാനതിങ്ങനെ പറഞ്ഞപ്പോൾ, സൺസ്ക്രീൻ അങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ചെന്ന് ഗൂഗിളിൽ തപ്പിക്കാണും. അവിടെ റെസ്പോൺസ് ഞാൻ പറഞ്ഞതുപോലെയാണെന്ന് കണ്ടപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി തപ്പിയിട്ടാണ് പറഞ്ഞത് എന്നായിരിക്കും ചിന്തിച്ചത്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഗൂഗിളിലും ChatGPTയോടും യൂട്യൂബിൽ വന്ന് പ്രോഡക്റ്റ് റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി കയ്യിൽ കിട്ടിയാൽ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം പാക്കേജിലുള്ള പോലെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ സേഫാണെന്ന് എനിക്കറിയാം. ഗൂഗിളിൽ പോയി നോക്കിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്തു, ഒരു കാര്യം ചെയ്യൂ കുട്ടി, ഗൂഗിളിൻ്റെ അടുത്ത് ചെന്ന് പറയുക ഇതല്ല നല്ലതെന്ന്, ഗൂഗിൾ തിരുത്തുമെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജ് മാറി. അതുവരെ ചേച്ചി എന്ന് വിളിച്ച ആളുടെ ആ ചേച്ചിയുടെ ആദ്യത്തെ CH അങ്ങ് മാറി സേച്ചിയായി. പിന്നെ അവസാനം 2-3 സ്മൈലീസും, നല്ല ചിരിക്കുന്ന സ്മൈലീസ്. ഇതൊക്കെ കാണുമ്പോൾ, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, പണ്ട് നമ്മുടെ ഈ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജസിലൊക്കെ ഒരു ടീം കാണും, ബുള്ളി ചെയ്യാനായിട്ട് മാത്രമുള്ളവർ. അതായത് ഈ മിണ്ടാതിരിക്കുന്നവരെ അല്ലെങ്കിൽ ഒതുങ്ങിപ്പോണവരെ ഇങ്ങനെ കളിയാക്കുന്ന കുറച്ച് ആൾക്കാർ, ആരെന്ത് പറഞ്ഞാലും കളിയാക്കുന്ന കുറച്ച് ആൾക്കാർ. ഐ എം സോ സോറി, എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായി ആ ടോൺ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആൻഡ് ഷീ എക്സ്പെക്ട് സമ്മൺ ടു ലൈക്ക് ദാറ്റ് കമൻറ്റ്. അത് കഴിഞ്ഞ് കൃതാർത്ഥയാവുക, പിന്നീടും വിട്ടിട്ടില്ല. അതിൻ്റെ കൂടെ അടുത്ത കമൻറ്റ്, സേച്ചിക്ക് ദേഷ്യം വരുന്നു എന്ന്. അതോടെ ഞാൻ തീരുമാനിച്ചു ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് നോട്ട് ഗോയിങ് ടു വാച്ച് മൈ വീഡിയോസ്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, 2-3 ദിവസമായിട്ട് നിങ്ങളുടെ ഫീഡിൽ കാണിക്കുന്ന വീഡിയോസിൽ 10-ൽ 8 എണ്ണവും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. ആ ടോപ്പിക് എടുത്താൽ വ്യൂസ് പോകും എന്നറിഞ്ഞ് തന്നെ ഓരോ ദിവസവും ഓരോ വീഡിയോസായിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും ആരോഗ്യപരമായിട്ടുള്ളൊരു വിമർശനമോ അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയ തെറ്റ് തിരുത്തലോ ആണെന്ന് കോമൺ സെൻസുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതല്ല, ദിസ് ഇസ് സൈബർ ബുള്ളിയിങ്. യു ആർ എൻജോയിങ് ഇറ്റ്. സത്യസന്ധമായിട്ട് പറയൂ, അയാൾക്ക് പറ്റിയ മിസ്റ്റേക്ക് തിരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ? നോ. എല്ലാത്തിലും ക്യാരക്ടർ അസാസിനേഷനും ആൻഡ് ഇല്ല മീനിന് തീറ്റിയിട്ട് കൊടുക്കത്തില്ലേ, അതുപോലെ ദേ ആർ കളക്റ്റിംഗ്. അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നു എന്നായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ യു ആർ ജസ്റ്റ് ഗെയിനിങ് പീപ്പിൾ ഹൂ ഹെയ്റ്റ് സംബഡി. നിങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരെ അല്ല നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് അല്ലെങ്കിൽ വ്യൂസായിട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരെയോ എന്തൊക്കെയോ കാരണം കൊണ്ട് വെറുക്കുന്ന കുറച്ച് ആൾക്കാരെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർ കാണും, ഉപയോഗിക്കാത്തവർ കാണും. നിങ്ങളെങ്ങനെയാണ് സൺസ്ക്രീൻ മേടിക്കുന്നത്? നിങ്ങളൊരു കടയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ട്യൂബ് സൺസ്ക്രീൻ ഇരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിൽ ആരാണ് നിങ്ങൾക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്? ലൈക്ക് ഇത് ഡെർമറ്റോളജിക്കലി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവിടെ ഒരു ഡോക്ടർ നിന്ന് പറയുന്നുണ്ടോ? ഇല്ല. ആ ഒരു പാക്കറ്റിൽ അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നുണ്ട്. ഈ എല്ലാ പാക്കേജസിലും ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും ചേരുന്നതാണെങ്കിലും യു ഷുഡ് ഡു എ പാച്ച് ടെസ്റ്റ് എന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ ബേസിക്കാണ്. ഇതിന് ഇപ്പോൾ ഒരു സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ശരിയാണ്, അതിനെക്കുറിച്ച് അറിയണം. അതുവരെ അത് നല്ലൊരു തരത്തിലുള്ള റിവ്യൂ ആണ്. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് സംസാരിക്കൂ. വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ആ ബോർഡർ ലൈനും ക്രോസ് ചെയ്ത് ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നൊരു ലെവലിലേക്ക് വരെ അത് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പിയൂണിനെ മാനേജർ ആക്കിയാൽ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് വീഡിയോ, പിയൂൺ എന്ന് പറയുന്ന ആളെ കമ്പയർ ചെയ്യുന്നത് വീട്ടിലെ പണിയെടുക്കുന്ന, വീട്ടിൽ ചോറ് വയ്ക്കുന്ന, മീൻകറി ഉണ്ടാക്കുന്ന, മീൻ വെട്ടുന്ന ഒരു ലേഡീനെ. ഇനി മാനേജർ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ. ഈ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഒരു ചായ ഇട്ട് കുടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരൊരു ഓംലെറ്റ് ഉണ്ടാക്കി തിന്നുന്നുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ ഓംലെറ്റും ചായയും കണ്ടൻ്റ് ആക്കിയ ആൾ പിയൂണും സ്കിൻ കെയർ കണ്ടൻ്റ് ആക്കിയ ആൾ മാനേജറും. കൊള്ളാം. കിച്ചൺ, അടുക്കള പണി, ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു ചവിട്ടിത്തേപ്പിൽ നിന്ന് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നൊക്കെ പറയുന്ന കണക്ക് അതിനെ അങ്ങനെ ബാക്കിൽ നിർത്തി കാണേണ്ടതല്ല എന്നുള്ള സ്ഥലത്ത് നിന്ന് ഈ വീട്ടുജോലി, വീട്ടുപണി, ആ ലേബൽ മൊത്തം മാറ്റിയിട്ട് ഹോം മേക്കർ എന്ന് പറയുന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. യു ആർ അഗെയിൻ ഡീഗ്രേഡിങ് ഇറ്റ്.
ഒരു കിണർ കുഴിക്കുന്ന ആൾ നല്ലൊരു കിണറുണ്ടാക്കി അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വാവ് അമേസിങ്. പക്ഷേ ചോറും കറിയൊക്കെ വെക്കാൻ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾ നല്ലൊരു കറി ഉണ്ടാക്കിയാൽ നീ ഇതൊക്കെ എന്തോത്തിനാ ഞങ്ങളെ കാണിക്കുന്നത്, ഇമാതിരിയാണ് കമൻറ്റ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന് വിളമ്പുന്ന ഒരുപക്ഷം ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ വീട്ടുജോലിയും ചെയ്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കയ്യിലൊരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ആരോ ആയെന്ന് തോന്നുന്നു. വീട്ടിലിരിക്കുന്ന വീട്ടുജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം ആരൊക്കെയോ ആണ്. അവരാരും അല്ലാതായി കിടക്കുമ്പോഴല്ല അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അവരാരൊക്കെയോ ആവുന്നത് കൊണ്ടിട്ടാണ് കമ്പനീസ് അവരെ സമീപിക്കുന്നതും പ്രൊമോഷനായിട്ട് അവർക്ക് പേ ചെയ്യുന്നതും. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ വേറൊരു ലോജിക്കും കൂടിയുണ്ട് കേട്ടോ. ആരെങ്കിലും നല്ലതാണെന്ന് നിങ്ങളിരുന്ന് പറഞ്ഞാൽ അതാരും കാണില്ല, അതാരും കേൾക്കില്ല. ആരെങ്കിലും കൊള്ളില്ല എന്നോ ഉടായ്പാണെന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഓഫ് കോഴ്സ് അത് കേൾക്കാനായിട്ട് 100-200 പേരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ഒരു കടലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. പോസിറ്റീവായിട്ടുള്ള തിങ്സ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാവും എന്നും നെഗറ്റീവ്സ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ മൈൻഡ് എങ്ങനെയാവും എന്നുള്ളത് അതിൻ്റെ അകത്തുനിന്ന് പഠിക്കാം. ഇനി എറിഞ്ഞ കല്ലുകൊണ്ട് തന്നെ തിരിച്ചറിയുന്നൊരു പരിപാടിയുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനത്തെ പ്രൊമോഷൻസൊക്കെ കിട്ടുമ്പോൾ എന്തോ പോലെ തോന്നും, പിന്നെ തകർത്തങ്ങ് പ്രൊമോഷൻ ചെയ്യുമെന്ന്. ഈ പറഞ്ഞ ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ചാനൽസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ജാനർ അല്ലെങ്കിൽ അതിൻ്റെ നിച്ച് വേറെയായിരുന്നു. ലൈക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഐറ്റംസ് എടുക്കുക, അതിനെ അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓൺ സ്റ്റോറീസ് പറയുക, ന്യൂസിൽ വന്ന എന്തെങ്കിലും കോൺട്രവേഴ്സീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. ദ മൊമെൻറ്റ് ദേ സ്റ്റാർട്ടഡ് ഒരാളെ ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താമെന്നും ഒരാളെ പുൾ ഡൗൺ ചെയ്യാമെന്നും തീരുമാനിച്ചിട്ട് അവരൊരു വീഡിയോ ചെയ്തപ്പോൾ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് വർക്ക്സ്. അതിൻ്റെ വ്യൂസ് അങ്ങ് കയറുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഡെയിലി ഓരോ ആൾക്കാരെ എടുത്താണ് ഇപ്പോൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതൊരു കോയിൻസിഡൻസ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ റാൻഡമായിട്ട് യൂട്യൂബ് കാണുമ്പോൾ അയ്യോ ഈ കുട്ടി ഇതേ ഇങ്ങനെ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, ഇതിനെതിരെ ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ കുറേ പേര് പറ്റിക്കപ്പെട്ടത് വാങ്ങിക്കും. ശരി, വിശ്വസിച്ചു. നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വരികയാണ്, വേറൊരു കുട്ടി വേറൊരു സിറം പ്രൊമോട്ട് ചെയ്യുന്നു, അയ്യോ ഇതിനെതിരെ ഞാൻ സംസാരിക്കണം, അല്ലെങ്കിൽ ഇത് ആൾക്കാർ മേടിച്ചാൽ ഇത്രയും സോഷ്യലി റെസ്പോൺസിബിൾ നിങ്ങളാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഡെയിലി ദോസ് പീപ്പിൾ ആർ തിങ്കിങ് നാളെ ഞാൻ എന്തെടുക്കും, നാളെ ആരുടെ നെയിമിൻ്റെ കൂടെ ഞാൻ #, ചേർക്കും. ഇറ്റ് ഈസ് വെരി ഈസി. ലെസ് എഡിറ്റിംഗ്, ഈ വോയിസ് ഓവറിൻ്റെ സമയമില്ല, ഇതുപോലെ 3 മണിക്കൂർ ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട. ഗ്രാബ് എ ചെയർ, സ്വിച്ച് ഓൺ ദ ക്യാമറ, 2-3 നെഗറ്റീവ് കമൻറ്റ് വന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുക, ഒരു കണ്ടൻറ്റ് എടുക്കുക, ഇരിക്കുക, സംസാരിക്കുക. സിമ്പിൾ. വ്യൂസും കയറുന്നു, സബ്സ്ക്രൈബേഴ്സും കയറുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല നിങ്ങളുടെ കൂടെ കൂടുന്നത്. ആരോടോ ഉള്ള വെറുപ്പ് സൂക്ഷിക്കുന്നവരാണത്. അതിൽ പലരും അടുത്തടുത്ത ആൾക്കാരുടെ പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന ആളെ ഒന്ന് പറയുമോ, ഇന്ന ആളുടെ ഒറിജിനൽ മുഖം കൊണ്ടുവരുമോ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ നല്ല സന്തോഷത്തിലിരിക്കുന്നു, ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരെ സ്നേഹിക്കുന്നു, വീട്ടുകാരെ സ്നേഹിക്കുന്നു, അത് ഒറിജിനലല്ല. ദേഷ്യം വരുമ്പോൾ, ഇത് രണ്ടും ഇമോഷൻസാണ്. സന്തോഷം വരുമ്പോൾ ഉള്ള മനുഷ്യനെ പോലെ തന്നെയാണ് ദേഷ്യം വരുമ്പോൾ ഉള്ള മനുഷ്യന്. പക്ഷേ ദേഷ്യം വരുമ്പോൾ പുറത്ത് കാണിക്കുന്ന മുഖമാണ് യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി നോക്കിയാൽ അപ്പോൾ സന്തോഷിക്കുമ്പോൾ, സ്നേഹത്തോടിരിക്കുമ്പോൾ, സന്തോഷത്തോടിരിക്കുമ്പോൾ കാണുന്ന മുഖവും ഒറിജിനൽ ആയിരിക്കണം. പിന്നെ കമൻസ്, ആ ഒരു 2-3 ദിവസം എനിക്ക് ആ കമൻറ്റ് ബോക്സ് കണ്ടിട്ട് ലിറ്ററലി ആസ് എ പേഴ്സൺ, വുമൻ പുള്ളിങ് വുമൻ ഡൗൺ, ചിരിക്കുക, കളിയാക്കി ചിരിക്കുക, മോക്ക് ചെയ്യുക, മെജോറിറ്റി വുമൻ തന്നെയാണ്. ഇതെങ്ങനെ പറ്റുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. അതിൽ നിന്നൊക്കെ എന്തോ സന്തോഷം അവരൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നൊരു സംഭവം കൂടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ദ അതർ സൈഡ് ഓഫ് ദിസ് കോയിൻ. ഒരാളുടെ നെയിം അങ്ങ് #, ആകുക, അയാളുടെ കണ്ടൻറ്റ് തിരക്കി പിടിച്ച് നെഗറ്റീവ് ഇടുക,
എന്നിട്ട് കൂട്ടം ചേർന്ന് ഒരാളിടുന്ന നെഗറ്റീവിൻ്റെ താഴെ അടുത്ത ആൾ ഇവരെന്തോ ഒരു റൗണ്ടിലിരുന്ന് പറഞ്ഞിട്ട് വന്ന് ഇരിക്കുന്ന പോലെയാണ് കമൻറ്റ് കണ്ടാൽ. യൂട്യൂബ് അൽഗോറിതം ഇതിനെ ആക്ച്വലി ഒരു ഹൈ എൻഗേജിങ് കണ്ടൻ്റ് ആയിട്ടാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് പുഷസ് ദ കണ്ടൻറ് ഔട്ട്. വ്യൂസും കൂടും, ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തും. 10 പേരിലേക്ക് അത് എത്തുമ്പോൾ അതിൽ 3 പേർക്കെങ്കിലും ഈ പറയുന്ന കണക്ക് നല്ല മനസ്സുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദർ വാസ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഇസ് ഓവർ. പറഞ്ഞത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ കമൻറ്റിൻ്റെ റിപ്ലൈ തെറ്റിപ്പോയി, കഴിഞ്ഞു. അവരത്രയും എടുക്കൂ. അല്ലാതെ ഈ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ഈ 10 പേരും തുനിഞ്ഞിറങ്ങത്തില്ല. എനിക്കൊരു ചെയറും വലിച്ചിട്ട് ഒരു ക്യാമറയും വെച്ച് ഇരുന്ന് സംസാരിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാനതിങ്ങനെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഈസി ടാസ്ക് അല്ല, അതിനൊരുപാട് കോൺഫിഡൻസ് വേണം. എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ് അങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളത്. ബട്ട് ഈ പറഞ്ഞ പോലെ എന്നെപ്പോലുള്ളവർക്കും ജീവിക്കണ്ടേ. ആൻഡ് എബവ് ഓൾ, എൻ്റെ ഒരു ദിവസത്തിലെ ഏറ്റവും ഹൈലൈറ്റ്, ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം ഹോം മേക്കിംഗ് ആണ്. അതിന് ഞാൻ കൊടുക്കുന്ന വാല്യൂൻ്റെ പ്രയോറിറ്റൈസേഷനാണ് ഞാൻ അത് കണ്ടൻ്റ് ആക്കുന്നത്. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം, ഞാൻ എൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു കുട്ടി ഡെയിലി വന്ന് ബാക്കി 29 പേരെയും ഓരോ ദിവസം ഓരോരുത്തർ എന്ന രീതിയിൽ കുറ്റം പറയുകയാണെങ്കിൽ 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം ഞാനത് കേൾക്കുന്നത് നിർത്തും. നോ ബഡി ഈസ് പെർഫെക്റ്റ്. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ആഘോഷിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ, നിങ്ങളൊരു ഹാഷ്ടാഗായിട്ട് മാറുമ്പോൾ, നിങ്ങൾ ഒരുപാട് തംബ്നെയിൽസിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയൊക്കെ കാണേണ്ടി വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ബൈബിളിലൊരു വാക്യമുണ്ട് കേട്ടോ, നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിന്നെയും അളക്കപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിവ്യൂവോ ഒന്നും ഞാൻ ഒരിടത്തും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പല വഴികളുണ്ട്. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ഓരോ വീഡിയോ കണ്ടപ്പോഴും തോന്നിയത്. കറക്റ്റായിട്ട് ഈ 2 കമൻറ്റ്സ് എന്നെ തിരക്കി വരികയും ചെയ്തു. അതിൻ്റെ ലോജിക്സും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ നെഗറ്റിവിറ്റി ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഇസ് മൈ സ്പേസ്. ഞാൻ ഇവിടെ വേണം എന്ന് വിചാരിക്കുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട് ഈ ഒരു ചാനലിന് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇത് പറ്റില്ല. നിങ്ങളുടെ വ്യൂസ് എനിക്ക് വേണ്ട. നെഗറ്റിവിറ്റി കമൻറ്റ് ചെയ്ത് ഒരു FB ചാനലൊക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള, ഞാൻ പറയുന്നില്ല എന്താ ഏതാന്നൊക്കെ, ഫുൾ നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. ബട്ട് അതിലാണത് സർവൈവ് ചെയ്യുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ സർവൈവ് ചെയ്യുന്ന ചാനൽസ് ഉണ്ട്, വ്യൂസ് കൂടും. പക്ഷെ ഞാനത് ഒരു തരത്തിലും എൻ്റർടൈൻ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ആളുടെ പേര് ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ട് അതുപോലെ ആവാൻ നോക്കുവാണോ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? സോ സോറി, ഞാൻ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിൽ പങ്കാളിയാവത്തില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആസ് എ ടീച്ചർ ഞാൻ വഴക്ക് പറഞ്ഞ ഏതെങ്കിലും കുട്ടിക്ക് ആരുടെയെങ്കിലും മുഖം എൻ്റെ മുന്നിൽ അപ്പോഴും ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് പറഞ്ഞ് അത് കേട്ട കുഞ്ഞിന് വിഷമം ഇത്തിരി കൂടുതലായിട്ടുണ്ടാവും എന്നാണ്. അത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം പോയി ശരിയാക്കും. അതുപോലെ തന്നെയാണ് ആസ് ആൻ അക്കാഡമിക് ഓഫീസർ എനിക്ക് ചില കറക്ഷൻസ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നടത്തേണ്ടി വരും. പക്ഷേ അതെല്ലാം എൻ്റെ ലാംഗ്വേജ്, ഞാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്, അതൊരു ഹെൽത്തി കറക്ഷൻ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആരുടെയും മനസ്സമാധാനം ഞാൻ കളഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ കിടന്നുറങ്ങാനാണ് എനിക്കിഷ്ടം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കറിയാം, എല്ലാ നെഗറ്റീവ് കമൻസിനൊന്നും ഞാനങ്ങനെ റിപ്ലൈ ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങൾക്കും ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാറുമില്ല. പിന്നെ പൊതുവേ കിട്ടുന്ന ഒരു അഡ്വൈസാണ്, സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെയൊക്കെയാണ്? ഒന്നുമില്ല. നമുക്കിഷ്ടമുള്ള കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുക, അതിൽ വന്ന് ഇതുപോലെ മാർക്കിടാൻ നിൽക്കുന്നവരും അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ചുരണ്ടി കണ്ടുപിടിച്ച് നെഗറ്റീവ് പറയാൻ നിൽക്കുന്നവരെയും ബ്ലോക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന ഒന്നിനെയും റിയൽ ലൈഫിലായാലും സോഷ്യൽ മീഡിയയിലായാലും വെച്ച് പൊറുപ്പിക്കരുത്. അതിനാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ ബ്ലോക്ക് എന്നൊരു ബട്ടൺ ഉള്ളത്. ഇതൊക്കെ വരും എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിലാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് വേറൊരാളെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലീഗലി അത് തെറ്റ് തന്നെയാണ്. നമുക്കതിന് എഗൻസ്റ്റ് ആയിട്ട് പോവാം. ആ അപ്പൂപ്പൻ്റെ വീഡിയോ ഇല്ലേ, ആ ബസ്സിലെ, എനിക്കതിന് നോട്ടിഫിക്കേഷൻ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. എൻ്റെ വീഡിയോ ഉപയോഗിച്ച് ഏർണിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഓഫ് കോഴ്സ് ഞാനൊന്നും ചെയ്യാത്തത്.
നേരെ മറിച്ചാണെങ്കിൽ ഞാനും സ്ട്രൈക്ക് കൊടുക്കും. നമ്മളെല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ഈ കണ്ടൻറ് എല്ലാം കോപ്പിറൈറ്റഡ് ആണെന്ന് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. അതിൽ യൂട്യൂബ് നമ്മുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. സാധാരണ എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയും വൈബും ഒന്നും ഇതൊന്നും കിട്ടി കാണത്തില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞതെല്ലാം നെഗറ്റീവ് കാര്യങ്ങളാണ്. ഒരാളെ തിരുത്തണമെന്ന് തോന്നുമ്പോൾ എന്തെങ്ങനെ പറഞ്ഞ് തിരുത്തണമെന്ന് ഒരു 2 തവണ ഹരിച്ചും കുണിച്ചും നോക്കുന്നത് നല്ലതാണ്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.